അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സഭായകമായിട്ട് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ എല്ലാ വഴികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉപവാസത്തിൻ്റെ 3-ാം ദിവസം, അവസാന ദിവസം, കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ ഒരുമിച്ച് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ ഈ നിമിഷം വരെയും, ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ കൂടെയൊക്കെയും കർത്താവിൻ്റെ ദാസന്മാരുടെ വിലയേറിയ ആലോചനകളെ കേൾപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഇന്ന് പകൽക്കാലം നമ്മളെ ബലപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ നല്ല സാക്ഷ്യങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ മേശ നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് ഒരു ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് മെസ്സേജിനുള്ളൂ. എങ്കിലും ചെറിയ സമയത്തിനുള്ളിൽ കർത്താവിൽ നിന്ന് വിലയേറിയ ആലോചനകൾ കേൾപ്പാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയങ്ങളില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വേഗത്തിൽ ഒരു വചനത്തിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മേശ നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ മേശയോടനുബന്ധിച്ചാണ് നമ്മൾ ക്രൂശ് മരണത്തെ പലപ്പോഴും ധ്യാനിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ കർത്താവിൻ്റെ മേശ വരുമ്പോഴാണ് ക്രൂസിനെ ഓർക്കുന്നത്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്താണ് നമ്മൾ യേശുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത്. എന്നാൽ അപ്പോസ്തലന്മാർ അവരുടെ 1-ാം നൂറ്റാണ്ടിൽ നിരന്തരമായി യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അവരിടയായി തീർന്നു. അതുകൊണ്ട് പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ ഒരൊറ്റ വാക്യം മതി, ഇംഗ്ലീഷൂടെ. ഇന്ന് പകൽക്കാലം അല്പമായി ചിന്തി കർത്താവിൻ്റെ ക്രൂസ്. എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ ക്രൂസിനെ പ്രസംഗിച്ചു? സ്തോത്രം. ക്രൂശ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ മ്ലേച്ഛമായ ഒന്നിനെ കാണിക്കുന്നു. ഈ മരക്കുരിശ് ലജ്ജാകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അവർക്കുള്ള ഇടമാണ് ക്രൂശ് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് ഇടത്തും വലത്തും 2 കള്ളന്മാരാൽ അവരുടെ നടുവിലാണ് ക്രൂശിക്കപ്പെട്ടത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ അവർ സുവിശേഷം അറിയിച്ചപ്പോൾ അവരുടെ കയ്യിൽ പുതിയ നിയമമുണ്ടോ? പുതിയ നിയമമുണ്ടോ? സുവിശേഷമുണ്ടോ? ഒന്നുമില്ല. ലേഖനങ്ങളില്ല. ഒരു പ്രതികളും ആ കാലഘട്ടത്തിൽ അവരുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല. AD 29 യേശു ക്രിസ്തുവിനെ ക്രൂസിൽ തറയ്ക്കുന്നത്. AD 29-30 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്താണ് കർത്താവിൻ്റെ സുവിശേഷവുമായി അപ്പോസ്തലന്മാർ എഴുന്നേൽക്കുന്നത്. നമുക്കറിയാം. ചരിത്ര ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രമേൽ അവർ പ്രസംഗിച്ച ന്യായപ്രമാണം അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ, ഇതിൽ നിന്നാണ് അവർ യേശുവിനെ ക്രിസ്തു എന്ന് തെളിയിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് എന്തുകൊണ്ട് യേശുവിനെ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? ആമേൻ. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച പൗലോസ്, ഗമാലിയേലിൻ്റെ കാൽ കീഴ്ന്ന് പഠിച്ച തിയോളജി പഠിച്ച പൗലോസിന് യേശു വെളിപ്പെട്ടില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് ഒത്തിരി മനസ്സിലാക്കിയത് കൊണ്ട് യേശു വെളിപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോഴാണ് പൗലോസിൻ്റെ അകത്ത് വെളിപ്പാട് കിട്ടിയത്. ന്യായപ്രമാണത്തിലെ ആമേൻ ക്രിസ്തുവിനെ കാണാനിടയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 53-ാം അധ്യായങ്ങളൊക്കെ വായിച്ചിട്ടും അന്നത്തെ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും അത് വെളിപ്പെട്ട് കിട്ടിയില്ല. റോമാലേഖനം പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്, അന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ ഈ തേജസ്സിൻ്റെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഈ കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. സ്തോത്രം. പൗലോസ് പറയുകയാണ്,
ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ, ഒരിക്കലൊരു സഭയിൽ അപ്പച്ചൻ പാസ്റ്റർ, പ്രായമുള്ള അപ്പച്ചൻ വന്ന് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇനി തൊട്ട് യേശുവിനെ പറ്റി പ്രസംഗിക്കണം. കാരണം നമ്മളെ ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞ് യേശുവിനെ പറയത്തില്ല ആരും, യേശുവിൻ്റെ നാമം എങ്ങും വരത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി തൊട്ട് യേശുവിനെ പ്രസംഗിക്കണം. അപ്പോൾ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് സഭയുടെ സെക്രട്ടറി ഈ അപ്പച്ചൻ പാസ്റ്ററെ കണ്ടു. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണത്തെ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങളുടെ പാസ്റ്റർ ദാവീദുമായിട്ട് കാട്ടി കയറിയിട്ട് 2 ആഴ്ച ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരിക്കലും പറഞ്ഞെൻ്റെ ഓർമ്മ. സ്തോത്രേലിയ. നമ്മൾ പലപ്പോഴും യേശുവിനെ ഉയർത്തിയെങ്കിൽ മാത്രമേ, യേശുവിനെ പറ്റി പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ആമേ സ്തോത്രം സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കത്തുള്ളൂ. അപ്പോഴാണ് ജനം വിടുവിക്കപ്പെടുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആമേ ക്രൂസിൻ്റെ വചനം, ആമേ 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം പെട്ടെന്ന് നമുക്ക് വായിക്കാം. അപ്പം നശിച്ചു പോകുന്നവർക്ക് ഇതൊരു ഭോഷത്താണ്, ഫൂളിഷ്നെസ് ആണ്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവശക്തിയാണ്. അപ്പോൾ രക്ഷയിലേക്ക് വന്നവർക്ക് ക്രൂശിന്റെ വചനം ദൈവശക്തിയാണ്. സ്തോത്രം ഹല്ലേലൂയ. നമുക്കത് എന്താണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ക്രൂസിന്റെ വചനം? കഴിഞ്ഞ ദിവസം കർത്താവിന്റെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ വിവരിക്കാനിടയായി. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ആധികാരികമായി കടന്നു പോകുന്നില്ല. എങ്കിലും 1-2 വചനങ്ങൾ വായിച്ചുകൊണ്ട് വേഗത്തിൽ ഞാൻ എൻ്റെ മെസ്സേജുകൾ അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കുഞ്ഞുങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കണമെന്ന് ദൈവനാമത്തിൽ വളരെ താഴ്മയോടും സ്നേഹത്തോടും അഭ്യർത്ഥിക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലർ 1-ന്റെ 23-ാമത്തെ വാക്യം. തൊട്ടൊന്ന് വായിച്ചാൽ പെട്ടെന്ന് വായിക്കാം. 22 തൊട്ട്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയുന്നത് പോലെ. അപ്പോൾ യേശുവിനെ പറ്റി പറയുകയാണ്. യേശു നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അടുത്ത വാക്യം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ മുന്നറിയിപ്പ്, ഫോർനോളജിലുള്ളതാണ്, സ്ഥിര നിർണയത്തിലുള്ളതാണ്. അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ അവിശ്വാസികളുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ അടുത്ത വാക്യം പറയുന്നു, അപ്പോൾ അവിടെ യേശുവിനെ തറപ്പിച്ചു കൊന്നു. കർത്താവിന്റെ മേശയിലാണല്ലോ നമ്മളിനി പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവനെ തറപ്പിച്ചു, അവനെ ക്രൂസിലേറ്റി. അടുത്ത വാക്യം. അവൻ മരണത്തിന്റെ പാശങ്ങളെ ദൈവം അഴിച്ചു കളഞ്ഞ് അവനെ ഉയർപ്പിച്ചു. അതാ സുവിശേഷം. അല്ലാതെ ഒരു വീടുണ്ട്, ഞങ്ങൾക്ക് 2 വീട് തരാമെന്നോ, നിങ്ങളെല്ലാവരുടെ അടുത്തും ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാമെന്നോ ഒന്നും യേശു പറഞ്ഞിട്ടില്ല. എന്നാൽ സൗഖ്യമുണ്ട്. യേശുവിൻ്റെ അടുത്ത് വന്നാൽ സൗഖ്യമുണ്ട് 100%. ഞാൻ വിശ്വസിക്കുന്നു. അതൊരു വരമാണ്. അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. യേശുവിന് അടുക്കൽ വന്നാൽ അത്ഭുതമുണ്ട്, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ യേശു വന്നത് എന്തിനാണെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. അടുത്ത വാക്യം. അവനെ മരണം പിടിച്ചു വെക്കുവാൻ സാധ്യമല്ല. അവിടെയാണ് യേശുവിൻ്റെ ദൈവത്വത്തെ ഉയർത്തിക്കാട്ടുവാനിടയായി തീർന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് അതിനുശേഷം പത്രോസ് വളരെ ആധികാരികമായ ഒരു പ്രസംഗമൊക്കെ നടത്തി. 36-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശുവിനെ പറ്റി അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് കൈ നീട്ടുമ്പോൾ
അതിനകത്ത് ഭാഗഭാക്കാകുമ്പോൾ, ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് നമ്മുടെ വെളിപ്പെടുത്തുന്നത്. 36 വായിച്ചാട്ടെ. യേശു ആരാണെന്ന് 10 ദിവസം അവർ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറി ഇരുന്ന് പരിശുദ്ധാത്മാവിന്റെ ഔട്ട് പോറിങ്ങിന് ശേഷം അവരുടെ ഹൃദയത്തിനകത്ത് ആത്മശക്തി വന്നപ്പോൾ ദൈവത്തിന്റെ വചനം ശക്തിയോടെ മുക്കുവനായ പത്രോസ് വിളിച്ചു പറയാനിടയായി തീർന്നു. ആ കൂടെ അവർ 40 ദിവസം കർത്താവിന്റെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലർ 1-ാം അധ്യായം ഇതെല്ലാം ഞാൻ ഒന്ന് ഓടിച്ചു പോവുകയാണ്. നമ്മളെ ദിവസങ്ങൾ അപ്പോസ്തലരുടെ കർത്താവിന്റെ നമ്മൾ വ്യക്തമായൊരു സ്റ്റഡി ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് ആധികാരികം അതിലേക്ക് പോകുന്നില്ല. ഇവിടെ പറയുന്നു അവനെ പ്രഭുവായും രക്ഷിതാവായും കർത്താവുമാക്കി വെച്ചു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് 36 അല്ലേ? ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, അവനെ കർത്താവാക്കി, ഈസ് അവർ ലോർഡ്, നമ്മൾ ആ വർഷിപ്പിന് പാടുന്നേ, അവനെ ക്രിസ്തുവാക്കി വെച്ചു എന്ന്. ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞോട്ടെ. അപ്പൊ അടുത്ത വാക്യം വായിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു, അയ്യോ, ഈ യേശുവിനെയാണല്ലോ ഞങ്ങൾ ക്രൂസിലേറ്റിയത്. അവർക്ക് വലിയ പാപബോധം ഉണ്ടായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ യേശുവിനെ പിന്നെയും നമ്മൾ ക്രൂസിലേറ്റാറുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് ആ ഒരു പാപബോധം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരട്ടെ. അവർക്ക് പാപബോധം ഉണ്ടായപ്പോൾ അവർക്കകത്ത് കുത്തുകൊണ്ടു. നമ്മളെ കുത്തുകൊണ്ടു. ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുത്തുവരും. ഇത് കുത്താനുള്ളതല്ല ദൈവവചനം, പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് കുത്തുകൊള്ളും. അതിനുശേഷം അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്യം വായിച്ചാട്ടെ. നമുക്ക് എത്ര പേർക്ക് യേശു നമ്മുടെ കർത്താവാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ട്. യേശു നമ്മുടെ കർത്താവാണെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മുടെ കംപ്ലീറ്റ് കർത്തൃത്വം അവനെ ഏൽപ്പിക്കണം. നമ്മൾ എത്ര പേര് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശുവിന് വിട്ടുകൊടുത്തിട്ടുണ്ട്? നമ്മുടെ പൈസയുടെ കർത്തൃത്വം നമ്മൾ യേശു വിട്ടുകൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു ഹിതപരിശോധന നടത്തുക. നമ്മൾ ആരെയും വിധിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല. എനിക്ക് നിങ്ങളെ എൻ്റേതായ ഒരു ഉപദേശം കൊണ്ടുവരാൻ പറ്റത്തില്ല. ദൈവവചനത്തിൽ എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാനായിട്ട് കഴിയത്തുള്ളൂ. എനിക്ക് വ്യക്തിപരമായി നിങ്ങളെ ഇന്നത് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ള വ്യവസ്ഥയില്ല. നമുക്ക് ദൈവവചനത്തിൽ അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും പഠിപ്പിച്ചൊരു ഉപദേശമല്ലാതെ മറ്റൊരു ഉപദേശം പറയാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഇവിടെ അവർക്ക് കുത്തുകൊണ്ടു. ആമേൻ. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വത്തെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് യേശുവിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആമേൻ, സ്തോത്രം, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ കഥ നമുക്കറിയാം. അതുവരെ യേശുവിനെ ഒരു കർത്തൃത്വം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ മറിയയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ട് എൻ്റെ ടൈം വന്നിട്ടില്ല. അപ്പോഴാണ് മറിയക്കുള്ള വെളിപ്പാട് കിട്ടിയത്, ഇവനെ കർത്തൃത്വം ഏൽപ്പിക്കാതിരുന്നാൽ കാര്യം നടക്കത്തില്ല. നമ്മുടെ വീട്ടിനകത്ത് അത്ഭുതം നടക്കണമെങ്കിൽ നമ്മുടെ കർത്തൃത്വം യേശുവിന് കൊടുക്കണം. സ്തോത്രം. അവനാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് നമ്മുടെ പ്രഭു. നിങ്ങളുടെ തലയിൽ രോമം പോലും ഞാൻ അറിയാതെ വീഴുകയില്ല എന്നാ കർത്താവ് പറഞ്ഞു. നിങ്ങളുടെ തലയിലെ രോമം പോലും കറുപ്പിക്കാനോ വെളുപ്പിക്കുവാനോ നിങ്ങൾക്ക് കഴിയത്തില്ല. നാച്ചുറലായിട്ട്, ഇപ്പൊ കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. നാച്ചുറലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ അവയവങ്ങളുടെ ചലനശക്തിയെ, അതിൻ്റെ ആ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമുക്കൊന്നും സാധ്യമല്ല. നമുക്കൊന്നും സാധ്യമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിനകത്തെ ഒരു അവയവങ്ങളുടെ സിസ്റ്റത്തെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ബലഹീനനായ മനുഷ്യൻ, ആമേൻ സ്തോത്രം, ചന്ദ്രനിലും സ്പേസിലും ചൊവ്വയിലും ഒക്കെ, ചന്ദ്രനിൽ പോയി ചൊവ്വയിലൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ടെക്നോളജി ഡെവലപ്പായി. നമുക്ക് നമ്മുടെ അകത്തെ ജീവനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ബലഹീനനായ ഒരു മനുഷ്യനാണ്. ഇവിടെയാണ് യേശുവിൻ്റെ ദൈവത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. മരണഭാഷങ്ങൾ അവനെ ചുറ്റി അവിടുന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉയർപ്പിച്ചവനെ പ്രഭുവായും രക്ഷിതാവുമായും ഒക്കെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ജെയിംസ് എർവിൻ എന്ന് പറഞ്ഞ ആസ്ട്രോണറ്റ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ മനുഷ്യൻ, അദ്ദേഹം ചന്ദ്രനിൽ കാലുകുത്തിയ ശേഷം 8ാമത്തെ മനുഷ്യനാണെന്ന് പറയുന്നു. ഒരിക്കൽ മാരാമൺ കൺവെൻഷന് പ്രസംഗിക്കാൻ അദ്ദേഹം ഒരു ബോണഗീനെ ക്രിസ്ത്യനായി മാറി. അപ്പോൾ മാരാമൺ കൺവെൻഷന്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ പത്രക്കാർ ഇന്റർവ്യൂ ചെയ്തു. നിങ്ങൾ ചന്ദ്രനിൽ നടന്നതൊക്കെ വലിയൊരു അത്ഭുതമായി കാണുന്നില്ലേ എന്ന് പറഞ്ഞു. ജെയിംസ് എർവിൻ പറഞ്ഞൊരു വലിയ അത്ഭുതമാണ്. ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ അതിലും വലിയൊരു അത്ഭുതമുണ്ട്. അതെന്താണ്? പത്രക്കാർ ചോദിച്ചു. ദൈവം ഭൂമിയിൽ നടന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവൻ ദൈവമായിരിക്കെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് ഈ 33 വർഷം നമുക്ക് ജീവിച്ച് നമ്മളെ രക്ഷയിലേക്ക് നയിച്ച, അതാണ് ഏറ്റവും വലിയ മിറക്കിൾ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ സമയം കടന്നു പെട്ടെന്ന് അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, 23-ന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 1:23 സെക്കൻഡ് വേർഡ്. ഇനി ആർക്കും വിളിക്കപ്പെട്ട സകലർക്കും അവൻ 2 കാര്യങ്ങളാണ്. അവൻ ദൈവശക്തിയും ദൈവിക ജ്ഞാനവുമാണവൻ. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നത്. ഇത് നശിച്ചു പോകുന്നവർക്ക്, ഈ ലോകത്തിൽ നിത്യ നരകത്തിൽ പോകുന്നവർക്കാണ് ഇത് ഭോഷത്വമായി തോന്നുന്നത്. കാരണം അന്നത്തെ ഗ്രീക്കുകാരെല്ലാം വിചാരിച്ചത് മരത്തിൽ തൂങ്ങുന്ന ഒരുവന് ആരെ രക്ഷിക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ ദൈവശക്തിയാണ്. എന്നേ സാത്താൻ നമ്മളെ കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ എന്നെ അടിപ്പെട്ടു പോകേണ്ട സമയം കഴിഞ്ഞു. നമ്മളെ മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന, മൃത്യുവിലേക്ക് മേയിച്ചുകൊണ്ടിരുന്ന അവന്റെ അധികാരത്തിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. കർത്താവിന്റെ മേശയിലേക്ക് അടുക്കുമ്പോൾ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ശരീരം തകർക്കപ്പെട്ട് അവന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തി, ആമേൻ, ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുകൂടുവാൻ കഴിയാതിരുന്ന മനുഷ്യന് പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ 24 മണിക്കൂറും അഭയം പ്രാപിക്കുവാൻ ഒരു പുതുവഴി തുറന്നതാണ് ഈ ക്രൂസ് എന്ന് പറയുന്നത്. അവൻ ദൈവശക്തിയാണ്. അതാ പൗലോസ് പ്രസംഗിച്ചേ, അവൻ പുനരുത്ഥാന ശക്തിയാണ്, റിസറക്ഷൻ പവറാണ്. പൗലോസ് പലയിടത്തും പ്രതിസന്ധികൾ കടന്നു പോകുമ്പോഴൊക്കെ പൗലോസ് പറയുന്നു, യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്ന എന്തിനാ? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടണം. ലുസ്ത്രയിൽ വെച്ചവനെ കല്ലെറിഞ്ഞു കൊന്നിട്ടും ആമേൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന്റെ പുനരുത്ഥാന ശക്തി പൗലോസിന്റെ മേൽ വന്നു. ആ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാനിടയായി തീർന്നു. ഒരു കാര്യം ഉറപ്പാണ് ദൈവമക്കളെ, നമുക്കിനി ഒരു മരണമില്ല, നിത്യമായ ജീവനാണ് നമുക്കുള്ളത്. സ്തോത്രം. ഇത് ദൈവശക്തിയാണ്. ഇന്ന് ജോനമോള് സ്തോത്രം റോമർ 1:16 വായിച്ചു. അതൊന്ന് വായിച്ചാട്ടെ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നമുക്ക് പലപ്പോഴും ലജ്ജയാണ്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ സുവിശേഷം പറയാൻ നമുക്ക് ലജ്ജയാണ്. ഹല്ലേലൂയ സ്തോത്രം.
സുവിശേഷം പറഞ്ഞെങ്കിൽ മാത്രമേ ജനം വിടുവിക്കപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിന്റെ ഇപ്പോൾ പ്രാർത്ഥനയുടെ മെസ്സേജുകൾ നമുക്ക് ആ മൂവ്മെന്റ് നമ്മൾ സഭയായിട്ട് തുടങ്ങി. സ്തോത്രം. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാമല്ലോ. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പം ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ആവശ്യമുണ്ട്. എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ കർത്താവിന് നേരിട്ട് ഇവിടെ വന്ന് ദൂതന്മാരെ ഇറക്കി വിടിയിച്ചൂടെ? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. യോഹന്നാൻ പറയുക, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. 4-5 മിനിറ്റ് കൂടുതൽ കുഴപ്പമില്ല. നിങ്ങളെക്കാളും പ്രശ്നക്കാരൻ ഞാൻ. എൻ്റെ സമയം കഴിഞ്ഞാൽ ഷുഗർ താഴും. അതിനു മുമ്പ് ഞാൻ നിർത്തും. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. 1 യോഹന്നാൻ 5-ാം അധ്യായം എൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, സർവ്വ ലോകവും പറഞ്ഞു പോയി. പെട്ടെന്ന് വായിച്ചാട്ടെ, എടുത്തവരും. സർവ്വലോകം ഈ ദുഷ്ടന്റെ അധീനത കിടക്കും. അവൻ്റെ അണ്ടറിലാണ്. ഉറപ്പാണ്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ സ്തോത്രം, പൗലോസ് പറയും ഇത് ദൈവശക്തിയാണ്. ഇതെങ്ങനെ ദൈവശക്തി? സ്തോത്രം. തീമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, എൻ്റെ 2 തീമോത്തിയോസ് സ്തോത്രം 9:10-11 ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. പെട്ടെന്നൊന്ന് വായിച്ചാൽ വല്ലപ്പോഴും ഒക്കെ തീമോത്തിയോസും ലേഖനങ്ങളൊക്കെ ഒന്ന് വായിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇത് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ തുറക്കാറില്ലാത്തതുകൊണ്ടാണ് എന്നോട് വളരെ വേദനയോടെ പറയുകയാണ്. തെറ്റിപ്പോയി. ഞാൻ ഓക്കെ സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 2:9 അല്ലല്ല, സോറി, അതിൻ്റെ 1:9. ആ, 1-ാം അധ്യായം. വായിച്ചോ. അവിടെ പറയുന്നു ഇപ്പോൾ മരണം നീക്കുകയും. ഇപ്പൊ ഒന്നാമത് ഇത് സുവിശേഷത്തിന്റെ ശക്തിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മരണം നീക്കും. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് അവിടെ ഇറങ്ങും. അതാ അവരങ്ങനെയാ സുവിശേഷം പറഞ്ഞു. അല്ല പിന്നെ 3000 പേരെങ്ങനെ സ്നാനപ്പെടുന്നേ? അവർ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ലല്ലോ. നമ്മൾ ഈ തിയോളജിയൊക്കെ കുറേ പറഞ്ഞു ഒരുത്തൻ രക്ഷിക്കപ്പെടത്തില്ല. നമ്മളെ ആവശ്യമില്ലാത്ത കാര്യവും സക്കായി മരത്തിൽ കയറി അതിൻ്റെ മരത്തിൻ്റെ വണ്ണവും അതിൻ്റെ പൊക്കവും പിന്നെ ആ മരം ഇങ്ങനെ ചില്ല് ഇങ്ങനെ ഇതുമൊക്കെ പറഞ്ഞ് ഒരാളും രക്ഷ പ്രാപിക്കാനോ രോഗശാന്തി പ്രാപിക്കാനോ പറ്റുന്നില്ല. അമ്മേ, അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ രോഗികൾ സൗഖ്യമാകുമെന്നേ, ഭൂതങ്ങൾ പുറത്തു പോകുമെന്നേ. കാരണം യേശുവിൻ്റെ പവർ അവിടെ വ്യാപരിക്കുകയാണ്. അവൻ ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചോ. ഇപ്പോൾ മരണം നീക്കി. എങ്ങനെയാണ് മരണം നീക്കിയത്? ഞാൻ അത് പറയാൻ വേണ്ടി അത് വായിപ്പിച്ചേ. സുവിശേഷം കൊണ്ട് മരണം നീക്കുന്നു, അക്ഷയത വെളിപ്പെടുന്നു, ജീവൻ വെളിപ്പെടുന്നു. എങ്ങനെയാ മരണം നീങ്ങിയത്? ആമേ, സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളോട് വായിച്ചാട്ടെ. വേഗത്തിൽ വായിക്കാം, സമയം കടന്നു പോകുന്നല്ലോ. ആമേ, സ്തോത്രമല്ല. മക്കൾ ജഡരക്തി കൊണ്ട്, നമ്മൾ ജഡത്തിൽ ആയതുകൊണ്ട്, മനുഷ്യനായതുകൊണ്ട്, മാംസമായതുകൊണ്ട്, മനുഷ്യരക്തമായതുകൊണ്ട്. അടുത്ത വാക്യം. യേശു അവരെ പോലെ ഒരു മനുഷ്യനായി. അടുത്ത വാക്യം. ആമേ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ കാൽവരി മരണത്താൽ നീക്കി. അങ്ങനെയാ മരണം നീങ്ങി. മരണത്തിന്റെ അധികാരി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ജീവൻ തൊടാനും പിശാചിന് പറ്റത്തില്ല. യോബിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് ഞാൻ അവനെ തൊട്ടോട്ടെ എന്നാ ചോദിച്ചത്. അവിടെ ദൈവം പറയാതെ നിങ്ങളുടെ ജീവനെ തൊടാൻ പറ്റത്തില്ല. നമ്മുടെ ജീവനെ തൊടണമെങ്കിൽ
നമ്മൾ ഈ ലോകത്തിൽ താൽക്കാലികമായി ഡിപ്പാർട്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ മരണം അനുഭവിക്കണമെങ്കിൽ കർത്താവ് അനുവദിക്കണം. യാക്കോബ് പറയുന്നു, പിശാച് വിറയ്ക്കും, ദൈവത്തെ ഒന്ന് ഇരിടാന്ന് പറഞ്ഞാൽ ഇരിക്കും. ദൈവം പറയാണ് ഇരിടാന്ന് പറഞ്ഞാൽ പിശാച് ഇരിക്കും. ദൈവത്തിന്റെ മുമ്പിൽ സാത്താൻ ഒരു പവറും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സാത്താനെ ഭയപ്പെടരുത്. നമ്മൾ ഭയപ്പെടേണ്ട ദൈവത്തെയാണ്, ജീവനുള്ള ദൈവത്തെ, കർത്താവിനെയാണ്. അവന്റെ അതുകൊണ്ട് യേശുവിനെ പറ്റി പറയുമ്പോൾ ആമേ സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ മരണത്തിന്റെ അധികാരി എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറയുന്നത് നിത്യമായ മരണത്തെക്കുറിച്ചായി പറയും. കാരണം ഈ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യനും പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുക. അവരെ മരണത്തിലേക്കാണ് പിശാച് കൊണ്ടുപോകുന്നത്. ആ അധികാരത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഒരാൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ പിശാച് എന്തുകൊണ്ട്, ഞാൻ ആ ഭാഗം കൂടെ പറയാനാണ് അത്രയും പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അവർ നരകത്തിൽ പോകും. കാരണം പിശാച് ഇങ്ങനെ ദൈവത്തോട് പറയും, നീ എന്തിനാണ് അവനെ തൊടുന്നത്? അവന് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലല്ലോ. നിങ്ങൾ ഈ ദേശത്തെ എന്തിനാ നീ പ്രൊട്ടക്ട് ചെയ്ത്? നീ ദേശത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഈ ദേശത്തെ നീ അനുഗ്രഹിക്കുക എന്തിനാ? പിശാച് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യനെ, ദേശത്തിന് വേണ്ടി. അവൻ മനുഷ്യനെ ക്ലെയിം ചെയ്യും പിശാച്. ദൈവം നീതിമാനാണ്. ദൈവത്തിന് പാപം ഇഷ്ടമല്ല. ദൈവത്തിന്റെ പോളിസി ഇതാണ്, പാപം ചെയ്യുന്ന ഒരുത്തരും ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ സകല മനുഷ്യൻ, ജനിക്കുന്ന മനുഷ്യൻ മുഴുവനും നിത്യമായ നരകത്തിൽ അല്ലെങ്കിൽ നിത്യ മരണത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയി സുവിശേഷം പറയുമ്പോൾ അവനിലെ അന്ധകാരം മാറും. അവൻ പിതാവിങ്കലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായിത്തീരും. അങ്ങനെ നമ്മളൊക്കെ വന്നത്. നമുക്ക് വേണ്ടി ആരോ ഇരുന്ന് മുട്ടുമേ എന്ന് പ്രാർത്ഥിച്ചിട്ട. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമ്മളിപ്പോ ഈ പെന്തക്കോസ്തിൽ ജനിച്ച് വളർന്നയാണെന്ന് വിചാരിച്ചോളൂ. 10 നമ്മളങ്ങനെ പാരമ്പര്യമായിട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെ നമ്മൾ പിന്മാറിപ്പോയേനെ. നമ്മൾ ഈ വിശ്വാസം നിൽക്കുന്നതിന്റെ കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ, നമ്മുടെ കുടുംബങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഈ ദേശത്തിലെ നിങ്ങളുടെ കൂടെ ജോലി, നിങ്ങളുടെ ഓഫീസർ, നിങ്ങൾ കാണുന്നവർ, കണ്ടുമുട്ടുന്നവർ, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സുവിശേഷം പറഞ്ഞാൽ അവന്റെ ഇരുട്ടുകൾ മാറുകയും ആമേ സ്തോത്രം ജനം രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നേ. അല്ലെ കർത്താവ് ദൂതനെ ഇറക്കി ഒരു തൊട്ടാ പോരെ. കർത്താവിന്റെ നീതിയിൽ പ്രാർത്ഥിക്കാതെ ഒന്നും നടക്കത്തില്ല. അത് അങ്ങനെ വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. കാരണം പിശാച് വാദിക്കും. പിശാച് പറയുകയാണ്, അവനെ നീ എന്തിനാ വിടുവിക്കുന്നേ? അവനെ നീ എന്തിനാ തൊടുന്നേ? ഈ ദേശത്തെ എന്തിനാ അനുഗ്രഹിക്കുന്നേ? ഇവിടെ ആരും പ്രാർത്ഥിക്കായില്ലല്ലോ. ആ വ്യക്തിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കായില്ലല്ലോ. പിശാച് നിരന്തരം ദൈവത്തോട് വാദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത്. നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, ഉദ്ബോധിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 2:14-15. സമയം കടന്നുപോയി, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂസിനെ പറ്റി പൗലോസ് ഇത്ര ആധികാരികമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള ഒത്തിരി കാരണങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എങ്കിലും ഈ വാക്യം ഒന്ന് ഇബ്രായർ 2:14-15 വേഗത്തിലൊന്ന് വായിച്ചാട്ട. ആകെയുണ്ട് മരണത്തിന്റെ അധികാരി അല്ലെങ്കിൽ നിത്യമരണം. ഇന്ന് ഈ ജനിക്കുന്ന സകല മനുഷ്യനും അവനെ നിത്യമരണത്തിലേക്ക് പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ അധികാരത്തിൽ, ആ പവറിൽ നിന്ന് കർത്താവ് തൻ്റെ മരണത്താൽ നീക്കി. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഭരിക്കുന്നത് മരണഭയ. അത് സത്യമായ കാര്യമാണ്. എന്നാൽ അതിൽ നമ്മെ വിടുവിച്ചു. ഇനി മരണഭയം നമ്മുടെ അകത്ത് വരാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ആത്മനിറവുള്ള ഒരു വ്യക്തിക്ക്
മരണഭയം ഉണ്ടാകുകയില്ല. കാരണം ഒരു കാര്യം വ്യക്തം, ഞാൻ മരിച്ചാൽ യേശുവിനോട് കൂടെയാണ്. അതേപോലെ ആമേ സ്തോത്രല്ലിയ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോട് ചേരുന്ന അത്യുത്തമം. എന്നാൽ നിങ്ങൾ നിമിത്തം ഇവിടെ ആയിരിക്കുന്നത് ആവശ്യം. എന്നാൽ പ്രാണഭയമുണ്ട്. പ്രാണഭയം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ മരണഭയം നമ്മൾ ഇന്ന് എന്നേക്കുമായി മാറ്റി കർത്താവ് നമ്മെ എന്നേക്കുമായിട്ട് ആ നിത്യജീവൻ തന്ന് നമ്മുടെ അകത്തെ ഭയങ്ങൾ മാറ്റിയത് ഈ കർത്താവിൻ്റെ ക്രൂശാണ്. ഒരു കാര്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുവാൻ, 2 കൊലോസ്യർ 14-15 ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഒരു വാക്കോട് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. 14 കൊലോസ്യർ 2:14-15. നമ്മുടെ അതിക്രമങ്ങളെല്ലാം നമ്മോട് ക്ഷമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, നമ്മളെ പണ്ടിവിടെ പറഞ്ഞു നിന്റെ തലയിലെഴുത്ത് ശരിയല്ലെന്ന് പറയും പലപ്പോഴും. നമ്മുടെ തലയിലെഴുത്ത് എന്തുമായിരുന്നു? എന്തോ നമ്മുടെ തലയിലെഴുത്ത്? നീ തലയിലെഴുത്ത് മായ്ച്ചു. നീ ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾ ഒരു പോസ്റ്റിൽ വരുന്നതൊന്നുമല്ല തലയിലെഴുത്തെന്ന് പറയുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം ബിബ്ലിക്കൽ പറയുന്നത് നമ്മുടെ തലയെഴുത്തോടെ നമുക്ക് നിത്യ നരകമായിരുന്നു. അതാ മായ്ച്ചു കളഞ്ഞു. ചിലക്ക് പ്രസംഗമുണ്ട് നിന്റെ തലയെഴുത്ത് മായിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വിശ്വാസികൾ നമ്മളെക്കാളും ഉന്നതമായ പോസ്റ്റിൽ അവരിയ്ക്കുന്നത്. അവർ എങ്ങനെ അവരുടെ തലയെഴുത്ത് മാഞ്ഞത്? സ്തോത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നിത്യമായ നരകമെന്ന് പറയുന്ന തലയിലെഴുത്ത് എന്നേക്കുമായി അവൻ മായിച്ചു കളഞ്ഞു ക്രൂസിൽ കൂടെ. അടുത്ത വാക്യം, അതെന്നേക്കുമായി നീക്കിക്കളഞ്ഞു. അടുത്ത, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. നമ്മൾ പലപ്പോഴും നമ്മുടെ വിചാരം, പലപ്പോഴും ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട് അത് എടുത്തു പറയുന്നില്ല. എങ്കിൽ തന്നെ ഒന്നുകൂടെ ഓർപ്പിക്കുക, നമ്മുടെ വാ കൊണ്ട് പിശാചിന് പവർ കൊടുക്കരുത്. ഏറ്റവും കൂടുതൽ പവർ കൊടുക്കുന്നത് പെന്തക്കോസ്തുകാരാണ്, പിശാച്. ഞാൻ മർത്തോമ എന്നപ്പോൾ ഒരു പിശാച് എന്നുള്ള വാക്കുകൾ വളരെ ചുരുക്കം കേട്ടുള്ളൂ. പോരാട്ടം പോരാട്ടം പോരാട്ടം, കൊടിയ പിശാച് ഉള്ള പവറെല്ലാം അവന് കൊടുത്തു വെച്ചു. അവനൊരു പവറും ഇല്ല. അവൻ്റെ പവറിനെ കാൽവരി ക്രൂശിൽ തകർത്തു. അത് വിശ്വസിക്കുന്നവർക്കാണ്. അത് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മളതിനെ ശാസിക്കണം. നമ്മുടെ അകത്ത് വസിക്കുന്ന യേശുവിൻ്റെ ആത്മാവ്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കും. നിങ്ങൾ അറിയുന്നില്ലേ? കൊലോസ്യർ 1:27. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ അതുകൊണ്ട് പൗലോസ് ഒരു സ്ത്രീ, വെളിച്ചപ്പാട് സ്ത്രീ നിരന്തരം അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പൗലോസ് യേശു നാമത്തിൻ്റെ ഭൂതം വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് പോയി ഭൂതം. നമുക്ക് അതോറിറ്റി തന്നിട്ടുണ്ട് എല്ലാത്തിനും മേലും. ആത്മാവിൻ്റെ നിയോഗത്താൽ നാം ചെയ്താൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദേശവിടുവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അവരെ തൊടുവാനിടയായിത്തീരും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോയാൽ ആരെങ്കിലും ഈ സുവിശേഷം അവിടെ പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും 100%. ആമേ. കഴിഞ്ഞ ആഴ്ച ദാസം പറഞ്ഞ ഒരു പോയിന്റ് പ്രയറിനെ കുറിച്ച് പറഞ്ഞ ഇതാണ്. ഹല്ലേലൂയ സ്തോത്രമേൻ. നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചർ അൺഓഫേർഡ് പ്രയർ ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അൺആൻസേർഡ് പ്രയർ അല്ല, അൺഓഫേർഡ് പ്രയർ ആണ്. നമ്മൾ പ്രാർത്ഥിക്കാതെ വിട്ടുപോയാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇനി മുതൽ നിങ്ങളുടെ ഓഫീസിൽ ജോലി, നിങ്ങളുടെ അധികാരതലത്തിൽ ഇരിക്കുന്നവരെ, നിങ്ങളുടെ താഴെയുള്ളവരെ, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ, കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സ്കൂളിലുള്ള ക്ലാസ്സിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വേണ്ടി പ്രാർത്ഥിക്കണം. കോളേജിൽ പഠിക്കുന്നവരെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒന്ന് പേരായിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ചോദ്യം ചെയ്യാനിട വരാതെ വണ്ണം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ ക്രൂശ് മരണത്തെ ഒരിക്കൽ കൂടെ ഓർക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ പ്രഭുവാണ്, രക്ഷിതാവാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അങ്ങാണ്. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളുടെ മേലും കർത്തൃത്വമുള്ളവനായി ഈ ദിവസങ്ങൾ കർത്താവ് മാറട്ടെ. അവനായിട്ട് ഞങ്ങൾ നോക്കി പാർക്കുന്നു. പിന്നെ ഒരു ആവശ്യം കൂടെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി